സജിത്തെ എന്താണേലും കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ. കാരണം നമ്മളിപ്പോ ഫോണിൽ കൂടെ മാത്രമാണ് സംസാരിച്ചിട്ടുള്ളതും പരിചയമുള്ളതും. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു LPSAല് നല്ലൊരു റാങ്കിലേക്ക് എത്താൻ സാധിച്ചു. അതിൽ ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്തൊക്കെയായിരുന്നു? നിങ്ങൾ ആ ഒരു ലാസ്റ്റ് ടൈമില് ആ ഒരു ഈ പഠന ഇത്രയും വലിയൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സഹായിച്ച സ്ട്രാറ്റജീസും കാര്യങ്ങളും എന്തൊക്കെയായിരുന്നു? ഞാന് യൂട്യൂബില് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാൻ ഈ എയിംസ് അക്കാദമിയിൽ ചേർന്നത്. എനിക്ക് ഇതുപോലെ ആദ്യമൊന്നും ക്ലാസ് എൻ്റെ ലാസ്റ്റ് ഒരു ചാൻസാണിത്. അപ്പോൾ എങ്ങനെയും പഠിച്ചെടുക്കണമെന്ന് ഭയങ്കരമായിട്ടൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊക്കെ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനൊക്കെ. പക്ഷെ എനിക്കവിടെ ഏറ്റവും സപ്പോർട്ടായത് അതിലൊരു മെന്ററുടെ എപ്പോഴും നമ്മളെ വിളിച്ച് അന്വേഷിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യും. നമ്മൾ ഒന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ നമ്മളതിലേക്ക് പഠിക്കണില്ലേ എന്താ ചെയ്യണേന്ന് ചോദിക്കുക. എപ്പോഴും ഒരു മെന്റർ സപ്പോർട്ട് നമുക്ക് കിട്ടിയത് അത് വലിയൊരു എടുത്തു പറയത്തക്ക ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നണത്. പിന്നെ എല്ലാ മിസ്സുമാരുടെയും ക്ലാസ് ഒന്നിനൊന്ന് മെച്ചാ. അത് റെക്കോർഡ് ക്ലാസ് ആയാലും വേണ്ടില്ല, ലൈവ് ക്ലാസ് ആയാലും വേണ്ടില്ല. പിന്നെ നമുക്ക് ആ ഒരു എക്സാമിൻ്റെ ആ സമയത്ത് നമുക്ക് എല്ലാ ടീച്ചർമാരും ഒപ്പം നമുക്ക് വർക്ക് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുപോലെ എടുത്തു പറഞ്ഞ പ്രസീന മിസ്സ് ക്യാപ്സ്യൂളായിട്ട് നമുക്ക് എല്ലാത്തിൻ്റെ സബ്ജക്റ്റിനെ കുറിച്ച് നമുക്ക് അത്രയും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരോടും താങ്ക് യു. ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നമ്മളുടെ ആ ഒരു എക്സാംസ്, മോഡൽ എക്സാംസ് ആണെങ്കിലും നമ്മുടെ സ്റ്റഡി സ്ട്രാറ്റജി ഈ ഒരു പഠനത്തിനായിട്ട് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിരുന്നു? ഇതേപോലെ ഒരുപാട് നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ആ ഒരു പഠിച്ചതിൻ്റെ ഒരു എത്രത്തോളം നമുക്ക് ഒരു ഇതിലെത്താൻ റാങ്കിലെത്താൻ പറ്റുന്നൊക്കെ നമുക്ക് തന്നെ സ്വയം ഒന്ന് മനസ്സിലാക്കാൻ അതിലൂടെ കഴിഞ്ഞിരുന്നു. നമ്മൾ ഈ ഒരു നമ്മുടെ ഈ ഒരു സ്റ്റഡി ജേർണിയിൽ അല്ലെങ്കിൽ ഈ ഒരു LPSA ജേർണിയിൽ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി എന്തായിരുന്നു? ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ തന്നെ. അല്ല നമ്മളിപ്പോ ഫാമിലിയിൽ നിന്നാണെങ്കിലും ആ. അല്ലെങ്കിൽ ഇപ്പൊ സമൂഹത്തിൽ നിന്നാണെങ്കിലും ഒരുപാട് പേര് ചോദിക്കും കുറെ അതിൽ എഴുതുന്നു അല്ലെങ്കിൽ ഇത് പക്ഷെ ലാസ്റ്റ് ഞാന് ചാൻസ് ആണെന്ന് കൂടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ. പറഞ്ഞത് ഞാൻ ഈ ഒരു LPSAക്കാണ് ഞാൻ ഇരുന്ന് പഠിച്ച് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ കൂടുതൽ ആൾക്കാര് എന്നോട് വന്ന് ചോദിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റ് ചാൻസിന് ഇതിൽ വന്ന് എയിംസിൽ തന്നെ എനിക്ക് വന്ന് ചേരാൻ സാധിച്ചതിലും നല്ലൊരു ടീച്ചേഴ്സിന്റെ ഒരു ഇത് കിട്ടിയതിലൊക്കെ ഞാൻ നന്ദി പറയണു. അപ്പൊ എന്താണെങ്കിലും നല്ലൊരു അധ്യാപികയാകാൻ സാധിക്കട്ടെ എന്നുകൂടെ ഞാൻ ആശംസിക്കുന്നു. എത്രയും പെട്ടെന്ന് തന്നെ അഡ്വൈസും അതേപോലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഒക്കെ കയ്യിൽ കിട്ടട്ടെ. താങ്ക് യു.